ഞാൻ പറയട്ടെ, പാലക്കാട്ടത്തെ ജനങ്ങളുമായി ബന്ധപ്പെടുത്തി പ്രചരണം നടത്തുന്ന ഒരാളാണല്ലോ ഞാൻ. അവരുടെ മുന്നിലാണല്ലോ ഒരു ടെസ്റ്റ് ഓഫ് ഡെമോക്രസി എന്നുള്ള രീതിയിൽ മത്സരിക്കുന്നത്. അവർക്കൊരു അഭിപ്രായം ഉണ്ടാകും ഈ വിഷയത്തിൽ. ആ അഭിപ്രായമാണ് 1,95,000 പേര് അഭിപ്രായമായി രേഖപ്പെടുത്താൻ പോകുന്നത്. സഖാവ് വി പി ജയരാജന്റെ അഭിപ്രായം ഒരു പക്ഷേ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിഷേധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു വാക്ക് പോലും അദ്ദേഹം മനസ്സിരുത്തിയല്ലാതെ പറഞ്ഞത് വ്യാഖ്യാനിക്കപ്പെടുകയാണെങ്കിൽ ചർച്ചയാക്കുന്നതിനും അപ്പുറം അതുകൊണ്ട് വേറൊരു തരത്തിലും നോക്കൂ, ഞാനൊരു പച്ചയായ മനുഷ്യനാണ് എന്നുള്ളത് വിലയിരുത്തപ്പെടേണ്ട ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. പറഞ്ഞ കാര്യങ്ങളിലെ ബോധ്യങ്ങൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് അതുകൊണ്ട് തന്നെ ഉണ്ട്. ഏതെങ്കിലും തെറ്റിദ്ധാരണ പേരിൽ അദ്ദേഹം അറിയാതെ വന്ന ഏതെങ്കിലും ഒരു വാക്കിൽ അങ്ങനെ നിങ്ങൾ ആരോപിക്കപ്പെടുന്ന അർത്ഥമാണ് കണ്ടെത്തേണ്ടതെങ്കിൽ അദ്ദേഹം തന്നെയാണ് അത് ക്ലാരിഫൈ ചെയ്യേണ്ടത്. അദ്ദേഹം ക്ലാരിഫൈ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇത് നമുക്കറിയില്ലല്ലോ. പുസ്തകം പുറത്തു വന്നാലല്ലേ നമുക്കറിയൂ യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ പുസ്തകം വാങ്ങി വായിക്കുമ്പോൾ ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹവും വായനക്കാരെന്നുള്ള രീതിയിൽ വായനക്കാരും അതിൽ പരാമർശിക്കപ്പെട്ട ആൾ ഞാനാണെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക പരാമർശം ഉണ്ടെങ്കിൽ ഞാനും അഭിപ്രായം പറഞ്ഞാൽ പോരെ. അദ്ദേഹം പച്ചയായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം പച്ചയായ മണ്ണിന്റെ സഖാവാണ്. തുറന്ന പുസ്തകം പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. കളങ്കങ്ങളില്ല, കാപട്യങ്ങളില്ല. ആ മനുഷ്യന്റെ എൻഡോഴ്സ്മെന്റുകളും വിയോജിപ്പുകളും തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി. എൻഡോഴ്സ്മെന്റ് മാത്രമല്ലല്ലോ, എപ്പോഴും ചിലപ്പോൾ നല്ല വിമർശനങ്ങളും കൂടി വന്നാൽ അതും ഒരു പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ശക്തിയല്ലേ. ചർച്ചയാകണമെങ്കിൽ ആക്കാം. നിങ്ങൾക്ക് വേറെ വിഷയം ഒന്നുമില്ലെങ്കിൽ ഇന്നിപ്പോൾ വയനാടും ചേലക്കരയും തെരഞ്ഞെടുപ്പ് എടുക്കല്ലേ, എത്ര പോസിറ്റീവായ കാര്യമുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഒരു കാര്യം, വയനാട്ടിൽ പോളിംഗ് ശതമാനം 3% മുതൽ 5% വരെ കുറയും. അതിന്റെ കാരണം കൂടി നിങ്ങൾ ജനാധിപത്യ കേരളത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. 5 മാസങ്ങൾക്ക് മുന്നേ നടന്നൊരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരല്ലേ ഞങ്ങൾ. ഇനിയും ഞങ്ങളെ കൊണ്ട് ഈ പ്രഹസനത്തിന് മുതിരണോ എന്ന് ചോദിക്കുമ്പോൾ അത് ആർക്ക് നേരെയുള്ള ചോദ്യമാണ്? നോക്കണം, നമ്മൾ വിലയിരുത്തണം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 3% മുതൽ 5% വരെ അതിന് മുകളിൽ പോകുമെന്ന് എനിക്കറിയില്ല. കാരണം കൂടി ഞാൻ പറയാം. പാലക്കാട് ഞാൻ ഇന്നലെ 6 വയനാട്ടുകാരെ പല സമയങ്ങളിൽ ഇന്നലെ മാത്രം 6 വയനാട്ടുകാരെ കണ്ടു. നാളെ പോകുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് 6 പേരും പറഞ്ഞ മറുപടി ഇല്ല എന്നാണ്. അപ്പോ ഇവിടെ തെരഞ്ഞെടുപ്പ് വന്നതിന്റെ സാഹചര്യവും ജനങ്ങളിൽ സംസാരിക്കുകയായിരുന്നു. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ ഡോക്ടർ പി സരിൻ മറുകണ്ഠം ചാടി വന്നപ്പോൾ അദ്ദേഹത്തിന് എടുത്ത് പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയതിൽ തൻ്റെ അമർഷം ഇ പി ജയരാജൻ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കട്ടൻ ചായയും പരിപ്പുടെ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം എന്ന അദ്ദേഹത്തിൻ്റെ ഇറങ്ങാൻ പോകുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ഈ പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പുറത്തു വന്നിരിക്കുന്നത് എന്നാണ്, വലിയ ഗൂഢാലോചനയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഈ EM സമുദ്രിപ്പാടിൻ്റെ കവറോടെ വന്നിരിക്കുന്ന ഈ പുസ്തകത്തിലെ പല കാര്യങ്ങളും കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. പ്രത്യേകിച്ചും പ്രകാശ് ജാവദേക്കറെ ദല്ലാൽ നന്ദകുമാറിനൊപ്പം കണ്ടുവെന്നുള്ള വാർത്ത അദ്ദേഹത്തിനുണ്ടാക്കിയ അലോസരം ചില്ലറയല്ല. എന്തായാലും ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം തന്നെയായിരിക്കും വരുന്ന മണിക്കൂറിൽ ഏറ്റവും വലിയ ചർച്ചയാകാൻ പോകുന്നത്.